ഉറുദു. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ഉറുദു ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു കഥയാണ് ദ തേഴ്സ്റ്റി ക്രോ, കാക്കയുടെ ദാഹം എന്ന് മലയാളത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കഥയിൽ ഉറുദുവിൽ എങ്ങനെ പറയാം എന്നതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കഥ കേൾക്കാൻ എല്ലാവരും തയ്യാറല്ലേ? ഉറുദുവിൽ തേഴ്സ്റ്റി ക്രോവിന് പ്യാസ കൗവ എന്നാണ് പറയാ. നമുക്ക് കഥ കേൾക്കാം. एक दफ़ा गर्मियों के मौसम में एक कौवा बहुत दूर से उड़ता हुआ आ रहा था. उस दिन बहुत गर्मी पड़ रही थी और कौवे को बहुत प्यास लग रही थी. वो पानी की तलाश में इधर उधर उड़ता फिर रहा था. वो बहुत थकी हुई थी, इसलिए वो एक जगह बैठा. देखा तो दूर में एक घड़े नजर आया. ये देखकर वो बहुत खुश हुआ और घड़े के पास जा पहुंचा. मगर घड़े में पानी बहुत कम था. उसने पानी पीने की कोशिश की, लेकिन उसकी चोंच पानी तक न पहुंच सकी. ये देखकर वो बहुत परेशान हुआ और सोचने लगा कि अब क्या किया जाए. अचानक उसके पैर से एक कंकर घड़े में गिर गया. कौवा देखा तो ऐसा हुआ था जैसे कंकर घड़े में गिरा, थोड़ा सा पानी ऊपर आ गया. ये देखकर उसके दिमाग में एक तरकीब आई. वो उड़कर कंकरियों के पास गया और एक कंकर अपने चोंच में डालकर घड़े के पास आया और उसमें फेंक दी. इस तरह वो एक एक करके कंकरियां उठाता रहा और घड़े में डालता रहा. ज्यादा से ज्यादा कंकर घड़े में डाला तो पानी आहिस्ता आहिस्ता ऊपर आना लगा. जब पानी ऊपर आ गया तो कौवा ने जी भरकर पानी पिया और खुशी खुशी उड़ गया. इस तरह कौवा ने अपनी जहानत से प्यास बुझाई. ഈ കാക്കയുടെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഞാൻ ഒന്നുകൂടി മലയാളത്തിൽ പറയാം, താഴെ ഉറുദുവിൽ എഴുതാം. ഒരു ദാഹിച്ചു വലഞ്ഞ ഒരു കാക്ക ഒരു വേനൽക്കാലത്ത് വളരെ ദൂരത്ത് നിന്ന് പറന്ന് വരികയായിരുന്നു. കാക്കയ്ക്ക് നല്ല ദാഹമുണ്ട്. ഒരു തുള്ളി ദാഹജലത്തിനായി കാക്ക ഒരുപാട് അലഞ്ഞു, ഒരുപാട് സ്ഥലത്ത് നോക്കി. ഒടുവിൽ വളരെ ക്ഷീണിതനായി കാക്ക ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് കാക്കയുടെ ശ്രദ്ധയിൽ ദൂരെ ഒരു മൺകലം കണ്ടത്. അത് കണ്ടതും കാക്കയ്ക്ക് വളരെയധികം സന്തോഷമായി. കാക്ക പെട്ടെന്ന് തന്നെ പറന്ന് ആ മൺകലത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. നോക്കിയപ്പോഴെന്താ കാണുന്നത്? മൺകലത്തിൽ വെള്ളമുണ്ട്, പക്ഷെ വളരെ കുറച്ചുകൊണ്ട് തന്നെ കാക്കയ്ക്ക് ആ വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തൻ്റെ കൊക്ക് വെച്ച് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, കാരണം വെള്ളം വളരെ അടിയിലാണ്. വെള്ളം ഉണ്ടായിട്ടും കുടിക്കാൻ പറ്റാത്ത ദുഃഖത്തിൽ കാക്ക ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കാക്കയുടെ കാല് തട്ടി ഒരു കല്ല് കലത്തിൽ വീണു. അപ്പോഴാണ് കാക്ക ശ്രദ്ധിച്ചത്, കല്ല് വീണപ്പോൾ കലത്തിലെ വെള്ളം ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നു. അപ്പോൾ കാക്കക്ക് ഒരു ഐഡിയ തോന്നി. കുറേ കല്ലുകൾ ശേഖരിച്ചിട്ട് ഈ കലത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കുറച്ചായിട്ട് വെള്ളം പൊങ്ങി വന്നു കഴിഞ്ഞാൽ എനിക്ക് കുടിക്കാൻ പറ്റുമല്ലോ. അതിനായി കാക്ക കല്ലുള്ള സ്ഥലത്തൊക്കെ പോയി കല്ലുകൾ കൊക്കിലായും കയ്യിലായും ശേഖരിച്ച് കൊണ്ടുവന്ന് ഓരോന്നായി കലത്തിലേക്ക് ഇടാൻ തുടങ്ങി. അങ്ങനെ പതിയെ പതിയെ വെള്ളം പൊങ്ങി പൊങ്ങി വന്നു. തൻ്റെ കൊക്കുപയോഗിച്ച്
കുടിക്കുന്ന വിധത്തിൽ വെള്ളം പൊങ്ങി വന്നപ്പോൾ കാക്ക വളരെ സന്തോഷത്തോടു കൂടി ദാഹം മാറുവോളം വെള്ളം കുടിച്ച് സന്തോഷത്തോടെ പറന്നുപോയി. അങ്ങനെ കാക്ക തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് തൻ്റെ ദാഹം ശമിപ്പിച്ചു. ദാഹിച്ചു വലഞ്ഞ കാക്ക അഥവാ പ്യാസ കൗവ എന്ന കഥയാണ് ഇന്ന് നമ്മൾ നോക്കിയത്. അതിൽ പുതുതായിട്ട് നമ്മൾ പഠിച്ച വാക്കുകളൊന്ന് ശ്രദ്ധിക്കാം. കൗവ കാക്ക എല്ലാവർക്കും അറിയാം. ക്രോ. അടുത്തത് പ്യാസ ദാഹിച്ചു വലഞ്ഞ. തേഴ്സ്റ്റി എന്നൊക്കെ പറയും. തേഴ്സ്റ്റി ക്രോ ദാഹിച്ചു വലഞ്ഞ കാക്ക. അതുപോലെ ഈ കഥയിൽ നമ്മൾ പുതുതായിട്ട് പഠിച്ച 1-2 വാക്കുകളും കൂടി നോക്കാം. ഗർമി കി മോസം. ഗർമി കി മോസം എന്ന് പറഞ്ഞാൽ വേനൽ കാലം. ഉഡ്ന. ഉഡ്ന എന്ന് പറഞ്ഞാൽ പറക്കുക. ഉഡ്ന പറക്കുക. പ്യാസ് ദാഹം. വോ പാനി കി തലാഷ് മേ. തലാഷ് എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച്, വെള്ളം അന്വേഷിച്ച്. ഇധർ ഉധർ അവിടെയും ഇവിടെയും. ഇധർ ഉധർ അവിടെയും ഇവിടെയും. ഖട. ഖട എന്ന് പറഞ്ഞാൽ മൺകലം. മൺകലം. പാനി പീനേക്ക് കോശിഷ് കി. പാനി വെള്ളം. പീന കുടിക്കുക. പാനി പീനേക്ക് കോശിഷ്. കോശിഷ് എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക. ലേക്കിൻ ഉസ്കി ചോഞ്ച്. ചോഞ്ച് നമ്മൾ പഠിച്ചു. അതിൻ്റെ കൊക്ക്. കൊക്ക് പാനി തക് ന പഹുഞ്ച് സക്കി. അത് വെള്ളത്തിലേക്ക് എത്തുന്നുണ്ടായിട്ടില്ല. പേർ നമുക്ക് മുമ്പേ അറിയുന്ന വാക്കാണ്. ഉസ്കെ പേർ സെ അതിൻ്റെ കാല് തട്ടി ഒരു കല്ല് വീണല്ലോ, ആ കല്ലിന് പറയുന്ന പേരാണ് കങ്കർ. കങ്കർ കല്ല്. കങ്കരിയ കല്ലുകൾ. ഈ കഥയിൽ വരുന്ന 1-2 വാക്കുകൾ മാത്രമാണിത്. ഇനി ഈ കഥ തന്നെ 1-2 പ്രാവശ്യം തുടർച്ചയായി കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉറുദുവും മലയാളവും തമ്മിലുള്ള വാക്കുകളുടെ വ്യത്യാസം മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ ഉറുദു പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഖുദാ ഹാഫിസ്. Bye.